എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ 9ാം ക്ലാസ്സിന്റെ മാത്സിന്റെ ചാപ്റ്റർ 1ന്റെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പേജ് നമ്പർ 11 എടുത്തോളൂ, ക്വസ്റ്റ്യൻ നമ്പർ 7. അപ്പോൾ നമുക്ക് നോക്കാം. ക്വസ്റ്റ്യൻ 7 ഇതാണ്. എ പേഴ്സൺ ഇൻവെസ്റ്റഡ് 1 lakh rupees in 2 schemes. One scheme gives 7% interest, while the other scheme gives 6% interest. In 1 year, both schemes together gives 6,750 rupees interest. How much did the person invest in each scheme? അതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ടോട്ടൽ മണി അയാളുടെ കയ്യിലുള്ളത് 1 lakh rupees ആണ്. ഈ 1 lakh rupeesൽ എന്ത് ചെയ്തു? എക്സ് റുപ്പീസ് ഒരു സ്കീമിൽ ഇൻവെസ്റ്റ് ചെയ്തു. അപ്പോൾ മറ്റേ സ്കീമിൽ എത്രയായിരിക്കും ഇൻവെസ്റ്റ് ചെയ്യുന്നത്? ടോട്ടൽ 1 lakh ആണുള്ളത്. റുപ്പീസ് 1 lakh മൈനസ് എക്സ്. അപ്പോൾ ഒരു സ്കീമിൽ എക്സ് റുപ്പി നമ്മൾ വിചാരിക്കുക. അപ്പോൾ മറ്റേ സ്കീമിലുള്ളത് 1 lakh മൈനസ് എക്സ് റുപ്പീസ് എന്ന് എടുക്കാം. ഇനി ഓരോ സ്കീമിന്റെ ഇൻട്രസ്റ്റ് റേറ്റ് പറഞ്ഞിട്ടുണ്ട്. ഫസ്റ്റ് സ്കീം 7% കൊടുക്കുമ്പോൾ മറ്റേ സ്കീം 6% ആണ് ഇൻട്രസ്റ്റ് തരുന്നത്. ടോട്ടൽ ഇൻട്രസ്റ്റ് 1 ഇയറിൽ 6,750 എന്നും ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് വേണം നമുക്ക് ചെയ്യാൻ. 7% ഇൻട്രസ്റ്റ്, പെർസെന്റിനെ നമുക്ക് ചേഞ്ച് ചെയ്യാം. പെർസെന്റ് പറഞ്ഞാൽ എന്താ? പെർ 100. 7/100 ഇൻറ്റു ആദ്യത്തെ സ്കീമിൽ എക്സ് റുപ്പീസ് ആണല്ലോ, അപ്പോൾ ഇൻറ്റു എക്സ് എടുക്കാം. മറ്റേ സ്കീമിലുള്ളത് 6% ഇൻട്രസ്റ്റ് ആണ് മറ്റേ സ്കീം കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെ എടുക്കാം? 6/100 ഇൻറ്റു ഇത് ബ്രാക്കറ്റിന്റെ ഉള്ളിൽ ഇടണം. 1 lakh മൈനസ് എക്സ് ആണ്. അപ്പോൾ 1 lakh മൈനസ് എക്സ് എന്ന് ബ്രാക്കറ്റിന്റെ ഉള്ളിൽ ഇടണം. മറ്റേ സ്കീം കൊടുക്കുന്നത് ടോട്ടൽ എത്രയാണ്? 6,750 റുപ്പീസ് ആണ് ടോട്ടൽ ഇൻട്രസ്റ്റ്. ഇനി നമുക്ക് 7 ഇൻറ്റു എക്സ് നമുക്കറിയാം 7x ആണ് ബൈ 100 പ്ലസ് ഇത് ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി വെച്ചിട്ട് 6 ഇൻറ്റു 1 lakh. അപ്പോൾ എത്രയായി? 6 lakh മൈനസ് 6 ഇൻറ്റു എക്സ് ബൈ 100 സമം 6,750. 100 താഴെയാണ്, അപ്പോൾ കൂട്ടാൻ എളുപ്പമുണ്ട്. മുകളിലത്തെ മാത്രം കൂട്ടിയാൽ മതി. 7x മൈനസ് 6x നമുക്കറിയാം എക്സ് ആണ്. അപ്പോൾ എക്സ് പ്ലസ് 6 lakh എങ്ങനെ വരും? ബൈ 100. ഡിനോമിനേറ്റർ 100 ആയതുകൊണ്ട് കൂട്ടുമ്പോൾ 100 തന്നെ താഴെ ഈക്വൽ ടു 6,750. ഇനി അപ്പോൾ ഇത് ക്രോസ്, ഇവിടെ താഴെ ഒന്നുമില്ല, നമുക്ക് 1 എന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ എന്ത് കിട്ടും? എക്സ് പ്ലസ് 6 lakh ഈക്വൽ ടു 6,750 ഇൻറ്റു 100 എത്രയാണ്? 6,750യുടെ മുമ്പിൽ 2 0 ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ എക്സ് കിട്ടി നമുക്ക്. എക്സ് ഈക്വൽ ടു 6,75,000 മൈനസ് 6,75,000 മൈനസ് 6 lakh എത്രയായി? 75,000 റുപ്പീസ്. അപ്പോൾ ഒരു സ്കീമിൽ ഇൻവെസ്റ്റ് ചെയ്തത് 75,000 റുപ്പീസ് ആണ്. അപ്പോൾ മറ്റേ സ്കീമിൽ നമുക്കറിയാം 1 lakhൽ നിന്ന് എക്സ് കുറച്ചാൽ മതി. അപ്പോൾ മറ്റേ സ്കീമിൽ ഇൻവെസ്റ്റ് ചെയ്ത മണി എത്രയായിരിക്കും? മണി ഇൻവെസ്റ്റഡ് ഇൻ ഫസ്റ്റ് സ്കീം, എക്സിന്റെ സ്ഥാനത്ത് മണി ഇൻവെസ്റ്റഡ് ഇൻ 1 സ്കീം. മണി ഇൻവെസ്റ്റഡ് ഇൻ 1 സ്കീം കിട്ടി, അതാണ് എക്സ്. അപ്പോൾ മറ്റത് എങ്ങനെ കണ്ടുപിടിക്കും? മണി ഇൻവെസ്റ്റഡ് ഇൻ അനദർ സ്കീം. ഇൻ സെക്കൻഡ് സ്കീം എന്ന് കൊടുക്കാം. സെക്കൻഡ് സ്കീം എങ്ങനെ കിട്ടും? 1 lakh മൈനസ് 75,000. അപ്പൊ എത്ര കിട്ടും? 1 lakhൽ നിന്ന് 75,000 കുറയ്ക്കണം. 0 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 5 വരില്ല. അപ്പൊ എന്ത് ചെയ്യാം? നമുക്ക് കട എടുക്കാനാണെങ്കിൽ 0 ഉള്ളൂ. അപ്പൊ എന്ത് ചെയ്യാം? 1 കട്ട് ചെയ്ത് 0 ആക്കിയിട്ട് ഇതിനെ ആദ്യം 10 ആക്കാം. പക്ഷെ ഇതിന് കൊടുക്കേണ്ടി വരും. അപ്പൊ ഇത് 9 ഇത് 10. 10ൽ നിന്ന് 5 പോയാൽ 5, 9ൽ നിന്ന് 7 പോയാൽ 2. അപ്പൊ എത്ര കിട്ടി? 25,000 റുപ്പീസ്. അനദർ സ്കീമിൽ 25,000 റുപ്പീസ്. ഫസ്റ്റ് സ്കീമിൽ റുപ്പീസ് 75,000. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ തന്നെ നമുക്ക് 2 വേരിയബിളിലും ചെയ്യാം.
അപ്പൊ നമുക്ക് നോക്കാം അതെങ്ങനെയാ ചെയ്യുന്നത്, രണ്ട് വേരിയബിളിൽ എങ്ങനെയാ ചെയ്യണേന്ന് നോക്കാം. സെയിം ക്വസ്റ്റ്യൻ തന്നെ, അതായിരിക്കും കൂടുതൽ എളുപ്പമെന്ന് തോന്നുന്നുണ്ട്. നമുക്ക് നോക്കാം. മണി ഇൻവെസ്റ്റഡ് ഇൻ വൺ സ്കീം നമുക്ക് എക്സ് കൊടുക്കാം. സാധാരണ നമ്മൾ എക്സും വൈയും മാത്രമേ ആദ്യം വേരിയബിൾ ആയിട്ട് എടുക്കാറുള്ളൂ 26 ലെറ്ററിൽ. വളരെ അപൂർവമായിട്ടാണ് നമ്മൾ മറ്റു ലെറ്റേഴ്സ് എടുക്കാറ്. ഫസ്റ്റ് സ്കീമിൽ എക്സ് മണി ഇൻവെസ്റ്റ് ചെയ്തു എന്ന് വയ്ക്കാം. സെക്കൻഡ് സ്കീമിൽ അപ്പോൾ എത്ര ഇൻവെസ്റ്റ് ചെയ്തു, ഇതായിരിക്കും കൂടുതൽ ഈസി. പക്ഷെ ബുക്കുകളിലൊക്കെ മറ്റേ മെത്തേഡാണ് മിക്കവരും ചെയ്യുന്നത് ക്ലാസ്സുകളിൽ. ഇതൊന്ന് ചെയ്ത് നോക്കൂ എല്ലാവരും കേട്ടോ. എക്സ് പ്ലസ് വൈ 1 lakh rupees, ടോട്ടല് 1 lakh rupees ആണ്. ഇനി ഒരു ഇക്വേഷൻ, ഇത് ഇക്വേഷൻ 1 ആയിട്ട് എടുക്കാം. അപ്പോൾ മണി ഇൻവെസ്റ്റഡ് ഇൻ വൺ സ്കീം എക്സ് ആയിട്ട് എടുത്താൽ മണി ഇൻവെസ്റ്റഡ് ഇൻ സെക്കൻഡ് സ്കീം വൈ ആയിട്ട് കിട്ടി. ടോട്ടല് മണി 1 lakh rupees ആണ്. ഇത് ഇക്വേഷൻ നമുക്ക് 1 ആക്കാം. സെക്കൻഡ് ഇക്വേഷൻ എന്താ, 7% ഓഫ് എക്സ്, അതേപോലെ 6% ഓഫ് വൈ. ഇത് രണ്ടും കൂട്ടിയിട്ട് 6, 7, 15 എടുക്കണം. 7% ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ 7/100 എക്സ് പ്ലസ് 6% ഓഫ് വൈ എന്ന് പറഞ്ഞാൽ 6/100 വൈ ഈക്വൽ ടു 6, 7, 50. ഇത് തന്നിട്ടുണ്ട്, ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ടോട്ടൽ 1 ഇയറിൽ 7% എക്സിന്റെ ഇൻട്രസ്റ്റ് കൂട്ടിയാൽ 6% വൈന്റെ ഇൻട്രസ്റ്റും കൂട്ടിക്കഴിഞ്ഞാൽ 6, 7, 50 കിട്ടണമെന്ന് തന്നിട്ടുണ്ട്. ഇനി ഇപ്പൊ ഈ രണ്ട് ഇക്വേഷൻ നമുക്ക് കിട്ടി. ഇനി ഇത് 100 ആണ് താഴെ, അപ്പൊ എങ്ങനെ കൂട്ടാം? 7x + 6y = ഇക്വേഷൻ 2. ഈ 100നെ നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുപോകാം. താഴത്ത് 100 ആണ്, അല്ലെങ്കിൽ രണ്ട് ഇതായിട്ട് എഴുതാം. /100 = 6, 7, 50. ഇനി ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ എങ്ങനെ കിട്ടി? 7x + 6y = 6, 7, 50, 0, 0. ഇത് ഇക്വേഷൻ. ഈ ഇക്വേഷൻ 2 തന്നെ ചേഞ്ച് ചെയ്ത് എഴുതിയതാണ്. ഇതിനെ നമുക്ക് ഇക്വേഷൻ 3 എന്ന് കൊടുക്കാം. ഇക്വേഷൻ 3. അപ്പോൾ ഇവിടെ 7x ഉണ്ട്. ഫസ്റ്റ് ഇക്വേഷൻ നോക്കൂ, 1ഉം 3ഉം. ഫസ്റ്റ് ഇക്വേഷൻ ഏതാണ്? ഈ ഇക്വേഷൻ തന്നെ നമുക്ക് 3 ആയിട്ട് കിട്ടിയത്. 7x/100 + 6y/100 = 6, 7, 50. ഈ ഇക്വേഷൻ 2 ആണ് നമുക്ക് ചേഞ്ച് ചെയ്ത് ഇക്വേഷൻ 3 ആക്കിയത്. ഇനി ഫസ്റ്റ് ഇക്വേഷനും എടുക്കണം. ഫസ്റ്റ് ഇക്വേഷൻ എന്താണ്? ഫസ്റ്റ് ഇക്വേഷൻ ഒന്നുകൂടി നമുക്ക് x + y തന്നിട്ടുള്ളൂ. അപ്പൊ എന്ത് ചെയ്യാം? എങ്ങനെ ചേഞ്ച് ചെയ്യാം? 7x-ലാക്കുക. ഒന്നിലേക്ക് എക്സിനെ 7x ആക്കുക, അല്ലെങ്കിൽ ഈ വൈനെ 6y ആക്കുക. പിന്നെ നമുക്ക് കുറയ്ക്കാൻ എളുപ്പമുണ്ട്. ഏതെങ്കിലും ഒരു ഓപ്ഷൻ ഏതായിരിക്കും? ഇവിടെ 7x കണ്ടു നമ്മൾ, അപ്പൊ ഇതിനെ നമുക്ക് 7x ആക്കിയാലോ? അങ്ങനെ ചെയ്യാം. അപ്പൊ x + y എന്നുള്ളത് ഇക്വേഷൻ 1 × 7 ചെയ്യാം. അപ്പൊ എന്ത് കിട്ടും? 7x + 7y = 7 lakh. ഇക്വേഷൻ 4 ആക്കാം. അപ്പൊ രണ്ട് ഇക്വേഷൻ കിട്ടി. രണ്ടിലും 7x ഉണ്ട്. ഇപ്പൊ എളുപ്പമായില്ലേ? കുറച്ച് കഴിഞ്ഞാൽ 7y - 6y y കിട്ടും. അപ്പൊ അങ്ങനെ കുറയ്ക്കാം. അപ്പൊ ഇക്വേഷൻ 4 ഇക്വേഷൻ 4 മൈനസ് ഇക്വേഷൻ 3. 7x - 7x എത്രയാ? 0 പ്ലസ് 7y - 6y എത്രയാ? y ഈക്വൽ ടു 7 lakh - 6,075 6,75,000. നമുക്ക് കുറച്ച് നോക്കാം. 7 lakh - 675,000. 0 ന് 0, 0, 0 ന് 0, 0, 0 ന് 0, 0, 0 ന് 5 പോവില്ല. അപ്പൊ എന്ത് ചെയ്യാം? ഇവിടെ കടം എടുക്കാനും 0 ഉള്ളൂ. അപ്പൊ കുറച്ച് ദൂരെ പോയിട്ട് 7നെ നമുക്ക് 6 ആക്കാം. 10 ആദ്യം 10 ആയി, പക്ഷെ ഇത് ചോദിച്ചുകൊണ്ടിരിക്കും. അപ്പൊ ഇത് 9 ആയി, ഇത് 10 ആയി. 10 ന് 5, 5, 9 ന് 7, 2, 6 ന് 6, 0. അത് എഴുതേണ്ട ആവശ്യമില്ല. 25,000 നമുക്ക് കിട്ടി. y അതേ ഇക്വേഷൻ തന്നെ നമുക്ക് ഇപ്പൊ വളരെയധികം ഈസി ആയിട്ട് കിട്ടി. ഈ മെത്തേഡ് രണ്ട് വേരിയബിൾ ചെയ്യാവുന്നവർക്ക് ഇതേ മെത്തേഡ് ചെയ്യാം. y കിട്ടി, അതായത് മണി ഇൻവെസ്റ്റഡ് ഇൻ വൺ സ്കീം കിട്ടി. അപ്പോൾ ഇനി x എങ്ങനെ കണ്ടുപിടിക്കാം? 1 lakh 25,000 കുറച്ചാൽ മതിയല്ലോ. 1 lakh - 25,000 എത്ര കിട്ടി? 0 ന് 0, 0 ന് 0 പോയി, 0 ന് 0, 0 ന് 5 വരില്ല, 2ഉം വരില്ല. 1 0 ആക്കാം. ഇത് 10 ആയി, ഇത് കട്ട് ചെയ്ത് 9 ആക്കി. ഇവിടെ 10 ന് 5, 5, 9 ന് 2, 2, 75,000. ഇപ്പൊ നമുക്ക് 75,000 എക്സും കിട്ടി. അപ്പൊ നമുക്ക് മണി ഇൻവെസ്റ്റഡ് ഇൻ വൺ സ്കീം, ഫസ്റ്റ് സ്കീം, മണി ഇൻവെസ്റ്റഡ് ഇൻ ഫസ്റ്റ് സ്കീം ഈക്വൽ ടു ₹75,000. മണി ഇൻവെസ്റ്റഡ് ഇൻ സെക്കൻഡ് സ്കീം ഈക്വൽ ടു ₹25,000. ഏതാ കൂടുതൽ ഈസി വെച്ചാൽ അത് നിങ്ങൾ സ്വീകരിച്ചോളും. എനിക്ക് കൂടുതൽ ഈസി ആയിട്ട് തോന്നുന്ന 2 വേരിയബിളിലുള്ളതാണ്. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ 8ലേക്ക് കിടക്കാം. ക്വസ്റ്റ്യൻ 8 കാണുമ്പോൾ ഏറ്റവും ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. പക്ഷേ ഈ എക്സസൈസിലെ ഏറ്റവും സിമ്പിൾ ക്വസ്റ്റ്യൻ 8 ആണ്. അപ്പോൾ ഞാൻ ബ്രീഫായിട്ട് പറയാം.
A car travels with the starting speed u meter per second and travels along a straight line. പറഞ്ഞിട്ടുണ്ട്. അതായത് ഇനീഷ്യൽ സ്പീഡ് അല്ലെങ്കിൽ സ്റ്റാർട്ടിംഗ് സ്പീഡ് കാറിന്റെ യു മീറ്റർ പെർ സെക്കൻഡ് ആണ്. അത് സ്ട്രെയിറ്റ് ലൈനിൽ സഞ്ചരിക്കുന്നു. ഇതൊക്കെ ഫിസിക്സ് ആണ്. അതുപോലെ ഇതിന്റെ സ്പീഡ് ഓരോ സെക്കൻഡിലും എ മീറ്റർ പെർ സെക്കൻഡ് കൂടും പറഞ്ഞിട്ടുണ്ട്. ആക്സിലറേഷൻ തന്നിട്ടുണ്ട്. ഓരോ സെക്കൻഡിലും എ മീറ്റർ പെർ സെക്കൻഡ് കൂടിക്കൊണ്ടിരിക്കുന്നു. ഇതിനകത്ത് ഇതെല്ലാം ഫിസിക്സിലേക്ക് പോകും. നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് എടുക്കുന്ന സെന്റൻസ് ഈ സെന്റൻസ് എടുത്താൽ മതി. സ്പീഡ് അറ്റ് എനി ടൈം, ഇത് മാത്രമേ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുള്ളൂ. ബാക്കിയെല്ലാം ഫിസിക്സിലേക്ക് പോകും. അറ്റ് എനി ടൈം ഈസ് ഈക്വൽ ടു യു പ്ലസ് എ ടി. ഈ ഇക്വേഷൻ മാത്രം നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. അങ്ങനെയാണെങ്കിൽ ഇത് ഏറ്റവും ഈസി ആയിട്ട് മാറും. പിന്നെ അവിടെ തന്നിട്ടുണ്ട് സ്പീഡ് 5 മീറ്റർ പെർ സെക്കൻഡ് ആണ്, ടൈം 1 സെക്കൻഡില്. അതുപോലെ 13 മീറ്റർ പെർ സെക്കൻഡ് ആണ്, ടൈം 5 സെക്കൻഡില്. അപ്പൊ ഈ രണ്ട് ഇക്വേഷൻ നമുക്ക് കിട്ടും. അതിൽ നിന്ന് നമുക്കിത് സോൾവ് ചെയ്യാം. അപ്പൊ എങ്ങനെയാണ് നമുക്ക് സോൾവ് ചെയ്യണമെന്ന് നോക്കാം. സ്പീഡ് അറ്റ് എനി ടൈം, അതായത് ആദ്യത്തെ സെന്റൻസ് ഏതാ? 1 സെക്കൻഡില് സ്പീഡ് 5 മീറ്റർ പെർ സെക്കൻഡ് തന്നിട്ടുണ്ട്. 5 ഈസ് ഈക്വൽ ടു യുയിൽ ഒരു ചേഞ്ചും ഇല്ല, യു അങ്ങനെ തന്നെ എഴുതാം. എയിലൊന്നും നമ്മളൊന്നും ചെയ്യണ്ട, എ അങ്ങനെ തന്നെ എഴുതാം. ടൈം ടി പറയുന്നത് ടൈമാണ്, അത് ശ്രദ്ധിക്കണം. ടൈം എത്രയാ? 1 സെക്കൻഡ്, അതായത് 1 ഇട്ട് കൊടുക്കുക. അപ്പോൾ 5 ഈസ് ഈക്വൽ ടു യു പ്ലസ് എ എന്ന് കിട്ടും. സിമ്പിൾ അല്ലേ ഇക്വേഷൻ? ഇതിന് നമുക്ക് 1 എന്ന് കൊടുക്കാം. രണ്ടാമത് അവർ പറയുന്നത് സ്പീഡ് 13 ആണ്, ടൈം 5 ആവുമ്പോൾ. അപ്പോൾ സ്പീഡ് 13 എന്നുള്ളത് നമുക്ക് 13 ഈസ് ഈക്വൽ ടു എന്ന് എഴുതാം. ഇനീഷ്യൽ സ്പീഡ് ഒന്നും ചെയ്യാനില്ല, യു എഴുതിക്കോളൂ. പ്ലസ് എ ഒന്നുമില്ല, ടിയുടെ സ്ഥാനത്ത് എന്തിടാം? ടിയുടെ സ്ഥാനത്ത് 5 സെക്കൻഡ്, എ ഇൻറ്റു 5. അതായത് ഒന്നും കൂടി റീഅറേഞ്ച് ചെയ്ത ഇക്വേഷൻ എങ്ങനെ വരും? യു പ്ലസ് 5 ഇക്വേഷൻ 2. നമുക്ക് 2 ഇക്വേഷൻ കിട്ടി. ഈ 2 ഇക്വേഷൻ മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. 5 ഈക്വൽ ടു യു പ്ലസ് എ, 13 ഈസ് ഈക്വൽ ടു യു പ്ലസ് 5. ഈ 2 ഇക്വേഷനിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടും? ആക്സിലറേഷൻ എയും കിട്ടും, അതുപോലെ ഇനീഷ്യൽ സ്പീഡ് സ്റ്റാർട്ടിംഗ് സ്പീഡ് യുവും കിട്ടും. നമുക്ക് ഇക്വേഷൻ ഒന്നും കൂടി എഴുതാം. 5 ഈസ് ഈക്വൽ ടു യു പ്ലസ് എ ഇക്വേഷൻ 1, 13 ഈസ് ഈക്വൽ ടു യു പ്ലസ് 5 ഇക്വേഷൻ 2. ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, 2ൽ നിന്ന് 1 കുറച്ചാൽ നമ്മുടെ ഈ യുവും പോകും. 5 ന്ന് എ പോയാൽ 4a. നമുക്ക് കുറച്ച് നോക്കാം. ഏറ്റവും വലുതുള്ളതിൽ നിന്ന് വേണം നമ്മൾ കുറയ്ക്കാൻ. 2 മൈനസ് 1 എന്ന് എടുക്കാം. അപ്പോൾ 13 മൈനസ് 5 8 ഈസ് ഈക്വൽ ടു u മൈനസ് യു 0 പ്ലസ് 5a മൈനസ് എ 4a. ഇക്വേഷൻ എത്ര സിമ്പിളായി. അതായത് 4a എന്ന് പറഞ്ഞാൽ 4 ഇൻറ്റു എ ആണ് 8. എ എങ്ങനെ കിട്ടും? ആക്സിലറേഷൻ 8/4, അതായത് 2 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. അവർ ചോദിച്ചിരിക്കുന്ന ആക്സിലറേഷൻ എന്നല്ല, അവർ ചോദിച്ചിരിക്കുന്ന റേറ്റ്. ഇത് തന്നെയാണ് റേറ്റ്. റേറ്റും ആക്സിലറേഷനും ഒന്ന് തന്നെ. എ ഈസ് ഈക്വൽ ടു 2 കിട്ടി. ഇനി ഈ ഇക്വേഷനിൽ ഏതെങ്കിലും ഇക്വേഷനിൽ എയുടെ വാല്യൂ പുട്ട് ചെയ്താൽ നമുക്ക് യുവും കിട്ടും. 5ൽ പുട്ട് ചെയ്യാൻ നമുക്ക്. 5 ഏറ്റവും സിമ്പിളായി, യു പ്ലസ് എ. അപ്പോൾ 5 ഈസ് ഈക്വൽ ടു യു പ്ലസ് എ കിട്ടി. നമുക്ക് 2 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ കിട്ടി. അപ്പോൾ 5 ഈസ് ഈക്വൽ ടു യു ആണ് ഇനി കിട്ടുന്നത്. എ നമുക്ക് കിട്ടി, 2 ഇട്ട് കൊടുക്കാം. അപ്പോൾ യു പ്ലസ് 2 ഈക്വൽ ടു 5, യു പ്ലസ് 2 ഈക്വൽ ടു 5. അങ്ങനെയാണെങ്കിൽ യു എങ്ങനെ കിട്ടും? 5 മൈനസ് 2. ഈ സൈഡിൽ ഇങ്ങോട്ട് കൊണ്ടുവരാം. അപ്പോൾ 3 മീറ്റർ പെർ സെക്കൻഡ്, അതായത് സ്റ്റാർട്ടിംഗ് സ്പീഡാണ് 3 മീറ്റർ പെർ സെക്കൻഡ്. നമുക്ക് ആൻസർ കിട്ടി. അതുപോലെ റേറ്റ്, സ്പീഡിൻ്റെ റേറ്റ് ഓഫ് ഇൻക്രീസിങ് നമുക്ക് 2 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ കിട്ടി. ഇനി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ അടുത്ത എക്സസൈസ് ആയിട്ട് കാണാം.